ദയാവധം, അതുപോലെ തന്നെ ദയാവധം അനുവദനീയമാക്കുക, അതുപോലെ തന്നെ സന്താന നിയന്ത്രണം, ഈ വിഷയങ്ങളെക്കുറിച്ച് ഉള്ള ഒരു ചോദ്യമാണ്. ഇതിനെക്കുറിച്ച് എന്താണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്? ഒന്ന്, സന്താന നിയന്ത്രണം, 2 കുട്ടികളെ പാടുള്ളൂ, അതല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുകയില്ല എന്ന് പറയുന്ന ഒരു നിയമം. രണ്ടാമത്തേത് ഈ ദയാവധം. ആ വിഷയം നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഞാൻ വിശദീകരിക്കുന്നില്ല. അതിന്റെ ഇസ്ലാമിക മാനം എന്ത്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഈ ചോദ്യത്തിന് മറുപടി പറയാൻ, വിശദീകരിക്കാൻ വേണ്ടി ബഹുമാന്യനായ CP സലീം സാഹിബിനെ ക്ഷണിച്ചുകൊള്ളും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇവിടെ പരാമർശിച്ചിട്ടുള്ള നിയമ പരിഷ്കരണവുമായി ബന്ധപ്പെട്ടത് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ സമർപ്പിക്കാൻ പോകുന്ന ഈ മാസം 24-ാം തീയതി ഗവൺമെന്റിന് സമർപ്പിക്കാൻ പോകുന്ന ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് വന്ന സന്ദർഭത്തിൽ തന്നെ കേരള നദവത്തുൽ മുജാഹിദീൻ അടക്കമുള്ള കേരളത്തിലെ പ്രമുഖ സംഘടനകളെല്ലാം അതിലെ ശരീഅത്ത് വിരുദ്ധ പരാമർശങ്ങൾ ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ നടന്ന നമ്മുടെ ആനുകാലിക വിഷയങ്ങളിലുള്ള വിശദീകരണ സമ്മേളനത്തിന്റെ മുഖ്യമായ ഒരു പ്രമേയം അതായിരുന്നു. ഈ പ്രമേയങ്ങൾ വരേണ്ട താമസം കേരളത്തിലെ ഭരണകക്ഷിയുടെ സംസ്ഥാന സെക്രട്ടറി അതൊരിക്കലും ഗവൺമെന്റ് പരിഗണിച്ചിട്ടില്ല, ഗവൺമെന്റ് പഠിച്ചിട്ട് പോലുമില്ല എന്ന് അഡ്വാൻസായി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ 2 വിഷയങ്ങളിലും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നത് പോലെ തീർത്തും ഇസ്ലാമിക വിരുദ്ധമാണ്. ഒന്നാമത്തത് 2 കുട്ടികൾ അതിലധികം ഉണ്ടായാൽ ആനുകൂല്യങ്ങൾ നൽകുകയില്ല എന്നാണ്. നമ്മുടെ വശം ആനുകൂല്യം കിട്ടുമോ ഇല്ലേ എന്നുള്ളതല്ല, 2 കുട്ടികളെ കൊണ്ട് മതിയാക്കുക എന്നത് ഇസ്ലാമിക വിരുദ്ധമാണ്. ഖശിയത്ത് ഇംലാഖ്, ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് നിങ്ങൾ കുട്ടികളെ കൊല്ലരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നമ്മോട് പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ ഒരു കാര്യത്തെ ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതേപോലെ തന്നെ ദയാവധവും ഏതെങ്കിലും ലോകത്തുള്ള ഏതെങ്കിലും ഒരു മാനദണ്ഡം വെച്ചുകൊണ്ട് ധാർമ്മികതയിൽ അധിഷ്ഠിതമായി ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്തതാണത്. ഈ 2 കാര്യങ്ങളും ഇസ്ലാമിക വിരുദ്ധമാണ്, ശരീഅത്ത് വിരുദ്ധമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, മുമ്പ് ഇത്തരമൊരു വിഷയമുണ്ടായിരുന്നു. പരിശുദ്ധ ഖുർആനിന് വിരുദ്ധമായ ഒരു നിയമം ഭരണഘടനയിലേക്ക് ചേർക്കുക എന്ന രൂപത്തിൽ വിവാഹത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ആ സന്ദർഭത്തിൽ വിവാഹമോചിതയായ സ്ത്രീയുടെ ഭർത്താവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇത്തരമൊരു പരിഷ്കരണം നടപ്പാക്കാൻ വേണ്ടി അലഹബാദ് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ഒരു വിധിയുടെ പശ്ചാത്തലത്തിൽ വന്നപ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഒന്നിച്ച് അതിനെ ബോധവൽക്കരണ രംഗത്തിറങ്ങുകയും ആ ബോധവൽക്കരണങ്ങളിലൂടെ ഇന്ത്യൻ ജനതയെയും നമ്മുടെ പാർലമെന്റിനെയും ആ വിഷയം പഠിപ്പിക്കാൻ സാധിച്ചു. അത് പാർലമെന്റിൽ ഭംഗിയായി അവതരിപ്പിക്കാൻ സാധിച്ചത് കേരളത്തിലെ മുസ്ലിങ്ങളുടെ അതിശക്തമായ സാമൂഹികമായ അവരുടെ ഘടനയിൽ നിന്നുകൊണ്ട് രാജ്യത്തെ നിയമങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള അവരുടെ സംഘടിത ശക്തി കൊണ്ടായിരുന്നു. അങ്ങനെ മരിച്ചുപോയ GM ബനാത്ത് വാല സാഹിബ്, അദ്ദേഹത്തിന് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ, അദ്ദേഹം ആ വിഷയം അവതരിപ്പിക്കുകയും ഇന്ത്യൻ പാർലമെന്റ് പുലർച്ചെ 4 മണി വരെ സമ്മേളിച്ചുകൊണ്ട് അന്നത്തെ പ്രമുഖ ഭരണകക്ഷിയായിരുന്ന കോൺഗ്രസ് അതിന്റെ MP-മാർക്ക് വിപ്പ് കൊടുത്ത് പുലർച്ചെ വരെ MP-മാർ കാത്തു നിൽക്കുകയും അങ്ങനെ ഖുർആനിന് അനുകൂലമായ രൂപത്തിൽ ആ ബില്ല് പാസ്സാക്കുകയും ചെയ്തു നമുക്കറിയാം. ഞാൻ പറയുന്നത് ഇത്തരം വിഷയങ്ങൾ ഇന്ത്യ രാജ്യത്ത് വരുമ്പോൾ ചെയ്യേണ്ട നിലപാട് എന്ത് എന്ന് നേരത്തെ നമ്മുടെ വിഷയാവതരണവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കിയതുപോലെ അത് നീതിയുടെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരുമായി സഹകരിച്ച് നേടിയെടുക്കുക എന്നത് നമ്മൾ വിജയിച്ച കാര്യമാണ്. ആ ഒരു ഓർമ്മയുള്ളതുകൊണ്ടാകാം പരിഷ്കരണ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഗവൺമെന്റ് അങ്ങനെ തീരുമാനിച്ചിട്ടില്ല, റിപ്പോർട്ട് പഠിക്കുക പോലും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത്. ഇതിന്റെ അനുബന്ധമായി കൂടുതൽ വിശദാംശങ്ങൾ ആവശ്യമെങ്കിൽ ബഹുമാനായ ഇമാം അക്ബർ സാഹിബ് നൽകുമെന്ന്. നേരത്തെ സലീം പറഞ്ഞ കാര്യത്തിൽ 1-2 ചെറിയ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, ദയാവധവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വലിയ ദയ എന്ന് പറയുമ്പോൾ തന്നെ മേഴ്സി കില്ലിംഗ് എന്നാ പറയുന്നത്, യൂഥൻസിയ എന്ന് പറയും ഇംഗ്ലീഷിൽ. എന്താണ് ദയാണെന്നാണ്. എന്ത് ദയ? എന്താണ്? പ്രയാസപ്പെട്ട് കിടക്കുന്ന ഒരു രോഗിനെ അയാളെ കൊന്നുകളയുക, അളിഞ്ഞ് പ്രയാസം സഹിക്കേണ്ടെന്നുള്ളത്. അവിടെ കൊല്ലാൻ ആർക്കധികാരം? കൊല്ലാൻ അയാളുടെ പിൻഗാമികൾക്ക് നിയമപരമായ എല്ലാം ഘട്ടങ്ങൾ കഴിഞ്ഞിട്ട് ഇസ്ലാം പറയുന്നത് പറ്റൂല എന്ന് തന്നെയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ അയാൾക്ക് പ്രയാസമുണ്ടെങ്കിൽ
ആ പ്രയാസം തീർക്കാൻ കഴിയുന്ന പടച്ചവനിലാണ് കാര്യങ്ങൾ പരമേൽപ്പിക്കുന്നത്. ഇനി മേഴ്സിക്കലിന്റെ ആളുകളോട് നമുക്ക് അവരുടെ യുക്തി ഉപയോഗിച്ച് തിരിച്ചു ചോദിക്കാലോ. എന്തുകൊണ്ടാണ് പ്രയാസം ഉണ്ടാകുന്നത്? ബ്ലഡ് ക്യാൻസർ ആണ്, അയാൾ ഭയങ്കര വ്രണങ്ങൾ വന്ന് പ്രയാസപ്പെട്ട് അങ്ങനെ കിടക്കുകയാണ്. എന്താ കാരണം? ക്രോണിക് ബ്ലഡ് ക്യാൻസറിന് ഇതുവരെ ചികിത്സ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ ഇന്ന് 10-15 അയാളെ കൊല്ലാൻ നമ്മൾ തീരുമാനിച്ചു. അതിനുള്ള നിയമപരമായ നടപടികളെല്ലാം ആക്കി അയാളെ കൊന്നു കഴിഞ്ഞ് 10-20 നമ്മൾ അറിയാണ് ക്രോണിക് ക്യാൻസറിനുള്ള മരുന്ന് ഇതാ സ്റ്റേറ്റ്സിൽ കണ്ടുപിടിച്ചിരിക്കുന്നു എന്ന്. ദയാവധത്തിന്റെ ആളുകൾക്ക് ആർക്കെങ്കിലും ഇയാളെ ജീവനൊന്ന് തിരിച്ചു തരാൻ പറ്റുമോ? പറ്റൂലെങ്കിൽ കൊല്ലാനും പറ്റൂല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ രംഗത്തുള്ള കാഴ്ചപ്പാട്. രണ്ടാമത്തെ പ്രശ്നം സന്താന നിയന്ത്രണമാണ്. സന്താന നിയന്ത്രണത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ ഒരു ഗൂഢമായ പരിശ്രമം മൂന്നാം ലോക രാജ്യങ്ങൾ അറിയാതെ പോകുന്നു എന്നുള്ളതാണ് ഈ രംഗത്ത് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം. എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ എക്കണോമിക്സിൽ എല്ലാം തന്നെ നമ്മൾ പ്രൊഡക്ടിവിറ്റി എന്നുള്ളൊരു സാധനമുണ്ട്. പ്രൊഡക്ടിവിറ്റി എവിടുന്നാണ് വരണത്? പ്രൊഡക്ടിവിറ്റി എന്നുള്ളത് വസ്തുവിൽ നിന്നല്ല, വസ്തുവിന്റെ ഉപയോഗത്തിൽ നിന്നാണ്. വസ്തു ഉപയോഗിക്കുന്നിടത്തുള്ള ഒന്നുകിൽ മസിൽ പവർ അല്ലെങ്കിൽ ബ്രെയിൻ പവർ. ഈ ബ്രെയിൻ പവറും മസിൽ പവറും ഉള്ളത് മനുഷ്യൻ എന്ന ജീവിക്കാണ്. ഈ മനുഷ്യൻ എന്ന ജീവിക്ക് ഈ നമ്മളുടെ ഇപ്പോഴത്തെ മുതലാളിത്തം പഠിപ്പിച്ച എക്കണോമിക്സിൽ അവന് ആകെ എന്താണ്? ഉപഭോഗ മാത്രമാണ്. അവൻ കൺസ്യൂമർ മാത്രമാണ്. അവന്റെ പ്രൊഡക്ടിവിറ്റിയോ അവന്റെ എഫിഷ്യൻസിയോ വേണ്ട രൂപത്തിൽ വിലയിരുത്തപ്പെടുന്നില്ല. അപ്പൊ അതുകൊണ്ട് സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ മാൻ പവർ എന്നത് ഒരു അപകടമാണ് എന്നുള്ളൊരു ധാരണയാണ് ലോകത്തുള്ളത്. നമ്മൾ പരമാവധി കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഏറ്റവും കൂടുതൽ ലഗോണുകൾ ഉത്പാദിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, ഏറ്റവും കൂടുതൽ കന്നുകാലികളെ ഉത്പാദിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതേപോലെ തന്നെ ടൈഗറും മറ്റേതെല്ലാം എക്സ്റ്റിങ്ക്റ്റിംഗ് ആനിമൽസ് ആണെന്ന് പറഞ്ഞിട്ട്, വാനിഷിംഗ് ആനിമൽസ് ആണെന്ന് പറഞ്ഞിട്ട് അവയെല്ലാം സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. മനുഷ്യനോ പരമാവധി കൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ഇതിന്റെ എന്താണ്? മനുഷ്യൻ എക്കോസിസ്റ്റത്തിൽ ഇത്ര അപകടകാരിയാണോ? നമുക്ക് അവർ ഉത്തരം നൽകേണ്ട കാര്യം അതാണ്. മനുഷ്യനാണോ ഇവിടെയുള്ള എക്കോസിസ്റ്റത്തിൽ, ഇവിടുത്തെ പ്രകൃതിയിൽ ഇത്ര അപകടകാരിയായ സാധനം? മനുഷ്യനൊന്നും അങ്ങോട്ട് കൊടുക്കാനില്ല എന്നാണോ? ബാക്കിയുള്ള ജീവികൾ എല്ലാം കൂടണം എന്ന് പറയുന്ന ആളുകൾ, ബാക്കിയുള്ള ജീവികളിലെല്ലാം പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ജനറ്റിക് എഞ്ചിനീയറിംഗിന് വേണ്ടി നടത്തുന്ന ആളുകൾ, അതിന്റെ ഗവേഷണം നടത്തുന്ന ആളുകൾ, എന്റെ മനുഷ്യന്റെ കാര്യം വരുമ്പോൾ മാത്രം അവനെ കൊല്ലാൻ, അവനെ ഇല്ലാതാക്കാൻ എന്തിന്? അതിന് കാരണമുണ്ട്. മൂന്നാം ലോക രാജ്യങ്ങളിൽ ആണ് ഹ്യൂമൻ റിസോഴ്സ് ഉള്ളത്. മൂന്നാം ലോക രാജ്യങ്ങളുടെ ബലവും ശക്തിയും അതാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ IT എക്സ്പ്ലോഷനുകൾ നടക്കുന്ന സമയത്ത് തലച്ചോറുകളുടെ സംഗമത്തിൽ മറ്റൊരു സത്യം നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. 1000 തലച്ചോറുകൾ ഉള്ളിടത്ത് ഉണ്ടാകുന്ന ഒരു സൂപ്പർ തലച്ചോറ് ഈ 1000 തലച്ചോറുകളുടെയും സംവേദനങ്ങളുടെ ആകത്തുകയാകും എന്നുള്ളതാണ് ഒരു സത്യം. വേറെ വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ കൂടുതൽ ജനങ്ങളുള്ളിടത്ത് കൂടുതൽ ഇത്തരത്തിൽ ഉള്ള തലച്ചോറുകൾ ഉണ്ടായി വരും എന്നുള്ളതൊരു സ്വാഭാവിക പ്രതിഭാസമാണ്. ആ പ്രതിഭാസം ഉണ്ടാകുന്നത് ഒരു തലത്തിൽ. മറ്റൊരു തലത്തിലാകട്ടെ ഹ്യൂമൻ റിസോഴ്സിനെ വേണ്ട രൂപത്തിൽ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്ത് ഒന്നാംകിട രാജ്യങ്ങളിലെ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ മൂന്നാം ലോകത്തിന് കഴിയുമെന്നതിന് തെളിവായി ചൈനയെ പോലുള്ള രാജ്യങ്ങൾ മാറുന്ന ഒരവസ്ഥയും മറ്റൊരു വശത്ത്. എന്തായിരുന്നാലും മനുഷ്യരെ മൂന്നാം ലോകത്ത് കുട്ടികളുടെ എണ്ണം കുറക്കണമെന്ന് നമുക്ക് പാട്ടുപാടി തരുന്നത് ഒന്നാം ലോക രാജ്യമാണ്. ആ രാജ്യങ്ങളിലാകട്ടെ കാനഡയിൽ മൂന്നാമത്തെ കുട്ടി ഉണ്ടായാൽ അത് പ്രത്യേകമായി നമുക്ക് പ്രത്യേക ഇൻസെന്റീവ്സ് ആണ് അവിടെ കൊടുക്കുന്നത്. നാലാമത്തെ കുട്ടി ഉണ്ടായാൽ കൂടുതൽ ഇൻസെന്റീവ്സ് ആണ്. എന്താ കാരണം? അവിടെ ഹ്യൂമൻ റിസോഴ്സിന്റെ വാല്യൂ അവർ മനസ്സിലാക്കുന്നു. അവർക്ക് കൂടുതൽ കുട്ടികൾ വേണം, കൂടുതൽ തലമുറ വേണം. മൂന്നാം ലോകത്താകട്ടെ അതുണ്ടാവണ്ട. എന്തുകൊണ്ടെന്നാൽ ഇവിടെയുണ്ടാകുന്ന വിഭവം തിന്നു നശിപ്പിക്കുന്നവരായി മൂന്നാം ലോകത്തുള്ള ആളുകൾ മാറരുത്. ലോകത്തെ 80% വിഭവവും ഉപഭോഗിക്കുന്നത് 20% ഒന്നാം ലോകത്തുള്ള ആളുകളാണ്. അതേസമയം 20% ഒന്നാം ലോകത്തുള്ള ആളുകളാണ്. ഇവിടെ ആളെണ്ണം കൂടിയാൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ആ വിഭവങ്ങൾ ചൂഷണം ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളൊരവസ്ഥയുണ്ടാകും. അങ്ങനെയാകുമ്പോൾ തങ്ങളുടെ നേരത്തെ പറഞ്ഞ, ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞ വാൻസ് എന്നുള്ളത് നീഡ്സിലേക്ക് വരേണ്ടി വരും. ഇവിടുത്തെ നീഡ്സ് തന്നെ ഇവിടെ
പൂർത്തീകരിക്കപ്പെടാത്തപ്പോ അവരുടെ വാൺസിലേക്ക് കടന്നു ചെല്ലാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ബാലൻസിങ് വേണമെങ്കിൽ തിന്ന് നശിപ്പിക്കരുത് എന്ന് പറയില്ല. ബുഷ് പറഞ്ഞില്ലേ, ഇന്ത്യക്കാർ പോത്തിറച്ചു കൂട്ടിയിട്ടാണ് ലോകത്തെ എല്ലാ പ്രശ്നവും ഉണ്ടാവുന്നത് എന്ന്. എല്ലാ ഭക്ഷ്യക്ഷാമത്തിനും കാരണം ഇന്ത്യക്കാർ പോത്തിറച്ചു കൂട്ടിയിട്ടാണ് എന്ന് പറയേണ്ട ധാർഷ്ട്യം ഉണ്ടാകണമെങ്കിൽ എത്ര എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, സത്യത്തിൽ ജനസംഖ്യാ എക്സ്പ്ലോഷൻ എന്നത് ഒരു ബുദ്ധിയില്ലാത്ത വിഡ്ഢിത്തത്തിൽ അധിഷ്ഠിതമായ ഒരു സിദ്ധാന്തമാണ്. മൂന്നാം ലോക രാജ്യങ്ങൾക്ക് ജനസംഖ്യയുടെ വർധനവ് ഒരു പ്രശ്നമായിട്ടേ ഇല്ല, ആവുകയുമില്ല എന്നുള്ളതാണ് സത്യം. ഞാനിതിനെതിരെ നിൽക്കുന്നത് ഞാൻ എന്റെ പിതാവിന്റെ 8ാമത്തെ കുട്ടിയായതുകൊണ്ടുകൂടിയാണ്.